സൗന്ദര്യത്തിന് സ്വർണ്ണ തിളക്കം നൽകാൻ ഇനി ലക്ഷങ്ങൾ വേണ്ട. പാരമ്പര്യത്തിന്റെ തനിമയും കരവിരുതും ഒത്തുചേരുന്ന ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി ഇപ്പോൾ ചേലക്കരയിലും. സ്ത്രീ മനസ്സുകൾ കൊതിക്കുന്ന പാലക്കാമാലകൾ, നാഗപടം, കാശിമാല, മുല്ലമുട്ടുമാല എന്നിങ്ങനെ പൈതൃകത്തിന്റെ ധന്യതയാർന്ന അപൂർവ ഡിസൈനുകൾ. ആഘോഷങ്ങൾക്ക് മാത്രമല്ല, നിത്യോപയോഗത്തിന് മണിയാൻ പറ്റിയ ആഭരണങ്ങളും പുത്തൻ തരംഗമായ കരിമണി മാലകളും ഇവിടെയുണ്ട്. വിശ്വസ്തയുടെ അടയാളമായി ഓരോ ആഭരണത്തിനും 6 മാസത്തെ ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കുട്ടികൾക്കായി പ്രത്യേക ശേഖരവും ട്രെൻഡി നെക്ലേസുകളും പാദസരങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്വർണത്തോട് കിടപിടിക്കുന്ന ഈ ആഭരണങ്ങൾ മിതമായ നിരക്കിൽ സ്വന്തമാക്കാൻ ഇന്നു തന്നെ സന്ദർശിക്കൂ ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി, കനറ ബാങ്കിന് എതിർവശം, ചേലക്കര. തൃശൂർ നഗരത്തെ മണിക്കൂറുകളോളം മുൾമുനയിൽ നിർത്തി ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞോടി. നിരവധി വാഹനങ്ങളും വീട്ടുമതിലുകളും ഗേറ്റുകളും തകർത്തു. തൃശൂർ നഗരത്തിൽ ആന ഇടഞ്ഞോടി പരിഭ്രാന്തി സൃഷ്ടിച്ചു. കൊല്ലത്തു നിന്നും തൃശൂരിലേക്ക് ഉത്സവത്തിനെത്തിച്ച ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് ഇടഞ്ഞോടിയത്. ഇടഞ്ഞോടിയ ആന കാറും ഓട്ടോറിക്ഷയും ബൈക്കുകളും വീട്ടുമതിലുകളും ഗേറ്റുകളും ഉൾപ്പെടെ തകർത്തു. ഇന്ന് രാവിലെ 9:15 സംഭവം. കുളിപ്പിക്കാൻ കൊണ്ടുപോയി തിരികെ വരുന്നതിനിടെ ചെമ്പൂക്കാവ് ടൗൺ ഹാളിന് മുന്നിൽ നിന്നാണ് ആന ഇടഞ്ഞോടിയത്. ഓട്ടത്തിനിടെ വഴിയിലുണ്ടായിരുന്ന കാറും ഓട്ടോറിക്ഷയും ആന തകർത്തു. ചെമ്പൂക്കാവിൽ നിന്നും ഓടിയ ആന 2 കിലോമീറ്ററോളം ദൂരം ഓടി ചേറൂർ ഗാന്ധിനഗർ വരെ എത്തി. ഗാന്ധിനഗർ ഹൌസിംഗ് കോളനിയിലേക്ക് കടന്ന ആന അവിടുത്തെ ഇടവഴികളിലൂടെയും ഓടുകയായിരുന്നു. പൈപ്പ് പൊട്ടിണ്ടോ പൈപ്പ് വെള്ളം ഒഴിക്കാൻ ശ്രമിക്കുന്നു മനസ്സിലാക്കുന്നു. പക്ഷെ ആന ഒരു ഘട്ടത്തിൽ പോലും ഇതിനിടെ ഇരുചക്ര വാഹനങ്ങളും വീട്ടുമതിലുകളും ഗേറ്റുകളും ഉൾപ്പെടെ ആന തകർത്തു. 2 മണിക്കൂറോളം ഹൌസിംഗ് കോളനിയിൽ കടുത്ത പരിഭ്രാന്തി ആന സൃഷ്ടിച്ചു. വിവരമറിഞ്ഞ് പോലീസും എലിഫന്റ് സ്ക്വാഡും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ സ്ഥലത്തെത്തി. ഏറെ നേരം പണിപ്പെട്ടാണ് ആനയുടെ പാപ്പാമാരും എലിഫന്റ് സ്ക്വാഡും ചേർന്ന് കാലിൽ ചങ്ങലയിട്ട് തളച്ചത്. ആനയെ തളച്ചതോടെയാണ് നഗരവാസികളുടെയും ഉദ്യോഗസ്ഥരുടെയും ആശങ്കയ്ക്ക് വിരാമമായത്. ന്യൂസ് ഡെസ്ക് CCV.